KJ ഷൈനെതിരായിട്ടുള്ള സൈബർ ആക്രമണം, അതിലിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത മെമ്മറി കാർഡുമായിട്ട് KM ഷാജഹാൻ ഹാജരായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലിട്ട വീഡിയോ ആണ് ഇതിനെല്ലാം കാരണം. അതുകൊണ്ടാണ് രണ്ടാം പ്രതിയായി ഇദ്ദേഹം മാറിയിരിക്കുന്നത് KJ ഷൈനെതിരെ. ഈ വീഡിയോ കാരണമാണ് സൈബർ ആക്രമണം ഉണ്ടായിരിക്കുന്നത്, ഷൈനെതിരെയുള്ള സൈബർ ആക്രമണം ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന ഒരു വാദമുണ്ട്. അതായത് അഡ്വക്കേറ്റ് KA ഷാജഹാൻ പറഞ്ഞ KM ഷാജഹാൻ ഉന്നയിച്ച ചോദ്യങ്ങൾ അവിടെ തന്നെ നിൽപ്പുണ്ട്. ആ ചോദ്യങ്ങൾ പ്രസക്തമല്ലേ എന്നുള്ളതാണ്. അതായത് ഈ ഗോപി കോട്ടുപുറയ്ക്കലിനെ പറ്റി ചോദിച്ച ചോദ്യം ആയിക്കോട്ടെ, PK ശശിയെ പറ്റി ചോദിച്ച ചോദ്യം ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഇവർക്കെതിരെയുള്ള കേസുകൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് ആരാണ്? കോൺഗ്രസ് ആണോ? അല്ലല്ലോ. ഇതാരാണ് കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്തത് കൊണ്ടാണോ ഈ പറയുന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കയ്യേറ്റം? കാരണം ഇവിടെ ഈ ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലൊരു കയ്യേറ്റം കൂടെയാണല്ലോ. കാരണം ഇങ്ങനെ പറയുന്നു. അതിന് ഈ കേസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അതിനെങ്ങനെ ഉത്തരവാദിയാവും എന്നുള്ളതാണ്. കാരണം സൈബർ ആക്രമണം നടത്തുന്നവർക്ക് എങ്ങനെ വേണം നടത്താം, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരിയാണ്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയ വൈര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കും, അവർക്കൊരു വീഡിയോ വേണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ വീഡിയോ ആണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് മാത്രം പഴിചാരാൻ സാധിക്കും? അല്ല, അതിനകത്ത് ഒരു 2-3 അടിസ്ഥാന പ്രശ്നമുണ്ട്. ഒന്ന്, ഇത്തരം കാര്യങ്ങൾക്ക് പൊതുപ്രാധാന്യം നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളായി, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ ജീവിതത്തെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് അവർ പരസ്യമായി രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പറയുന്ന വാക്കുകളും പ്രവൃത്തിയും വിചാരണ ചെയ്യാമെന്നല്ലാതെ അതിനപ്പുറത്ത് ഓരോരുത്തർ ഇപ്പം ഞായറാഴ്ച ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ ആര് വന്നുവെന്നും അവരാരോടൊപ്പം എങ്ങനെ പെരുമാറി എന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നമാകുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം അടിസ്ഥാനപരമായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സമൂഹം ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. ഏതാണ് പൊതു പ്രശ്നം, ഏതാണ് രാഷ്ട്രീയ പ്രശ്നം, ഏതാണ് സ്വകാര്യത? മനുഷ്യന്റെ സ്വകാര്യതയ്ക്ക് ഫ്രീഡം കൊടുക്കേണ്ടതില്ലേ? അത് ആധുനിക ജനാധിപത്യത്തിന്റെ പ്രാഥമികമായ സങ്കല്പമാണത്. മനുഷ്യന്റെ സ്വകാര്യതയെ നമുക്ക് ഉപദ്രവിക്കാം. ഇപ്പോൾ സ്വകാര്യമായിട്ട് ഒരാൾ മോഷ്ടിക്കാൻ പോയതാണെങ്കിൽ, സ്വകാര്യമായിട്ട് ഒരാൾ പോയിട്ട് രാജ്യത്തിൽ എവിടെയെങ്കിലും കലാപം ഉണ്ടാക്കാനോ അങ്ങനെ കുറ്റകൃത്യം ചെയ്യാൻ പോയതാണെങ്കിൽ നമുക്ക് പറയാം, അത് കണ്ടെത്തുകയും ചെയ്യാം, അത് പറയുകയും വേണം. പക്ഷെ മറ്റൊരാൾക്ക് നഷ്ടമുണ്ടാക്കാത്ത സംഗതികൾ, പ്രത്യേകിച്ച് 2 പേർ ചേർന്ന് ചെയ്യുന്ന ക്രൈം എന്നാണല്ലോ നമ്മൾ അതിനെ വിളിക്കുന്നത്. ആ ക്രൈം എപ്പോഴാണ് ക്രൈം ആവുന്നത്? 2 പേരിൽ ഒരാൾക്ക് അത് ഒഫൻസ് ആവുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ഒരു സംസ്കാരം കേരളത്തിൽ ഇല്ലായ്മയുണ്ട്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതിലെ ഒന്നാമത്തെ പ്രശ്നം അതാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എത്രയോ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം ഞെട്ടലോടെ കണ്ടൊരു സംഗതി, രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു കൂട്ടുകാരിയെ കൂട്ടി ഞങ്ങളുടെ മഞ്ചേരിയിൽ വന്നിരുന്നു. അവിടുത്തെ എല്ലാവരും ഇടതുപക്ഷക്കാരും DYFIക്കാരും ഈ ഇസ്ലാമിക തീവ്രവാദികളും ഒക്കെ കൂടി ചേർന്ന് അവർ താമസിക്കുന്ന വീട് വളഞ്ഞ് എന്ത് കാര്യമുണ്ട്? രാജ്മോഹൻ ഉണ്ണിത്താൻ മലപ്പുറത്ത് വന്നിട്ട് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അവിടെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് യോഗം ചേരാൻ വന്നു എന്ന് പറഞ്ഞാൽ വാർത്തയാണ്, വേണമെങ്കിൽ മീഡിയക്ക് അത് കൊടുക്കാം. മീഡിയ വലിയ തോതിലല്ലേ അദ്ദേഹത്തിന്റെ ആ പാതിരാക്ക് അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, എന്തെല്ലാം ഇഷ്യൂസാണ്. അല്ല, പക്ഷെ അതൊരു സദാചാര ഗുണ്ടായിസം തന്നെയല്ലേ? ഇത് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആ ഒരു ആംഗിൾ വരുന്നില്ല എന്നുള്ളതല്ലേ? അത് സദാചാര ഗുണ്ടായിസം ആണെന്ന് ഞാൻ പറയാം. മോറൽ പോലീസിംഗ് ആണ് അവർ നടത്തുന്നത്. ശരിക്കും മോറൽ പോലീസിംഗ് എന്ന് പറഞ്ഞൂടെ, എന്താ പറയുക, ഗുണ്ടായിസം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ആ ലെവലിലേക്ക് നമ്മൾ ഇപ്പോഴും വളർന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്തരം ഇഷ്യൂസ് ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടു രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഉയർന്നു വന്ന കേസായാലും അതുപോലെ തന്നെയാണല്ലോ ഇപ്പോൾ അതുപോലെ ഇപ്പോൾ കോഴിക്കോട് ഐസ്ക്രീം കേസായാലും, ഐസ്ക്രീം കേസിൽ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പിന്നീട് നടന്ന ശ്രമങ്ങളെ മാത്രമേ സത്യത്തിൽ അപലപിക്കാൻ ഉള്ളതുള്ളൂ. മറ്റേതൊക്കെ ഒരു മനുഷ്യന്റെ സ്വകാര്യതയും അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങളുമാണ്. അങ്ങനെ ഒരാളെ, ഇതൊക്കെയാണ് ഒരാളുടെ ക്യാരക്ടർ. വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രൈം ആരാണ് പരാതിക്കാര്? PK കുഞ്ഞാലിക്കുട്ടി എന്നെ കൊണ്ടുപോയി ഉപദ്രവിച്ചു. പിന്നെ എപ്പോഴാണ് എന്താ പരാതി പറഞ്ഞപ്പോ ഓർമ്മയില്ല, റെജീന പോലും വന്ന് പരാതി പറഞ്ഞത് എനിക്ക് തരാന്ന് പറഞ്ഞ കാശ് തന്നില്ല എന്നാ. ഇത്തരത്തിലാണുള്ള ആക്ഷേപം. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള കേസൊക്കെ എടുത്തു നോക്കൂ. പക്ഷെ ഈ ഒന്നാമത്തെ കേസ്, ഇത്തരത്തിൽ ഒരു പരാതിയും ഇല്ലാത്ത കാലത്തോളം, ഈ പ്രശ്നങ്ങളൊന്നും തന്നെ പൊതുപ്രശ്നമോ രാഷ്ട്രീയ പ്രശ്നമോ അല്ലാത്ത കാലത്തോളം നമ്മുടെ മീഡിയ അത് ഏറ്റെടുക്കുന്നത് പോലും എന്തുമാത്രം അപകടമാണ്. രാഷ്ട്രീയ എതിരാളികൾ അത് ഉന്നയിക്കുന്നത് എന്തുമാത്രം ആശാസ്യമാണ്. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ KM ഷാജഹാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനും കേട്ടിരുന്നു. അദ്ദേഹം ഇപ്പോ ഷൈൻ ടീച്ചറുടെ പേരോ അല്ലെങ്കിൽ KN ഉണ്ണികൃഷ്ണന്റെ പേരോ ഒന്നും പറഞ്ഞിട്ടില്ല, അത് ശരിയാണ്. പക്ഷെ അത് ആനന്ദിക്കുന്നവനും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും.
പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കെ എം ഷാജഹാൻ എന്നല്ല അദ്ദേഹം പ്രതിപക്ഷം എന്ന യൂട്യൂബിനോ ഏതെങ്കിലും യൂട്യൂബർമാർക്കോ ഏറ്റെടുക്കാവുന്ന ഒരു വിഷയമാണോ ഇത് എന്നുള്ള അതൊരു പൊതു പ്രശ്നമാണോ അല്ലയോ, രാഷ്ട്രീയ പ്രശ്നമാണോ അല്ലയോ, CPM-ന്റെ ഒരു നേതാവിനെതിരായി ഉന്നയിക്കാവുന്ന രാഷ്ട്രീയ ആരോപണമാണോ ഇത്? അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ബാധകമാണ്. രണ്ടാമത്തെ ചോദ്യം ഈ കേസിൽ എപ്പോഴാണ് അത് ഒരു രാജ്യത്തിന്റെ പ്രശ്നമാകുന്നത്? ഒഫൻസ് ഉണ്ടാവണം, ഒരാൾ പരാതിക്കാരനുണ്ടാവണം. പരാതിക്കാരനില്ലാത്ത കാലത്തോളം. അപ്പൊ ഷൈൻ ടീച്ചർ കേസിൽ എവിടെ പരാതിക്കാരൻ ഉണ്ടായിട്ടില്ല. ഇതിനൊന്നും അർത്ഥം അവരെങ്ങനെ ജീവിക്കുന്നു എന്നത് നമ്മുടെ വിഷയമല്ല. ഇറ്റ്സ് നൺ ഓഫ് അവർ കൺസേൺ, അത്രേ ഉള്ളൂ. അത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ. മദ്യപിക്കുന്ന ആൾക്കാരാണോ അല്ലയോ എന്നുള്ളത് നമ്മളെ ബാധിക്കാത്ത വിഷയമല്ല. അതുപോലെ തന്നെയാണ് ഇത്. അത്രേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം അതാണ് മനുഷ്യന്റെ വ്യക്തിപരം. വേറൊരു കാര്യമുള്ളത്, ഇപ്പോ ഇനി പരാതി പറയുക എന്നത്, പരാതി പറയാതിരിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു മനസ്സ്, അതൊരു കടുത്ത ചൂഷണത്തിന്റെയും പേടിപ്പിക്കലിന്റെയും ഒക്കെ ഒരു മനസ്സാണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന് CPM-ലെ ഒരുപാട് പേർക്കെതിരെ ആരോപണങ്ങൾ വന്നല്ലോ. ആരെങ്കിലും കാര്യമായിട്ട് പരാതിപ്പെട്ടിട്ടുണ്ടോ? പരാതിപ്പെട്ടത് ആകെ ഉള്ളത് എനിക്ക് തോന്നുന്നു P. ശശിക്കെതിരായിട്ട് പാർട്ടിക്കകത്ത്, അതും പുറത്ത് കേസൊന്നും കൊടുത്തിട്ടില്ല, പാർട്ടിക്കകത്ത് CKP-യുടെ പഴയ MLA-യുടെ മോളുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് വന്നതാണ്. അത് വാർത്തയായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവർ പരാതിപ്പെട്ടിട്ടല്ല. എപ്പോഴാണ് വാർത്തയാവുന്നത്? P. ശശിക്കെതിരായി പാർട്ടിയിൽ പരാതി കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ സത്യത്തിൽ അതുകൊണ്ടാണല്ലോ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിയിൽ പരാതി കൊടുത്ത വിവരം പരാതി കൊടുത്തയാള് തന്നെ ഒരു മീഡിയയോട് പറയുമ്പോഴാണ് അത് ഇഷ്യൂ ആകുന്നത്. ആ ഒരു വാർത്താ പ്രാധാന്യം അതിനുണ്ട്. പക്ഷെ ആ പ്രാധാന്യം പോലും ഇല്ലല്ലോ ഷൈൻ ടീച്ചറുടെ കേസിൽ. ഷൈൻ ടീച്ചറുടെ കേസിൽ ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. പാർട്ടിയിൽ ആരും പരാതിപ്പെട്ടിട്ടില്ല, ആരും കോടതിയിലോ പോലീസിലോ പരാതിപ്പെട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അതിന് വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നത്? നമ്മുടെ മനസ്സിൽ ഈ മോറൽ പോലീസിങ് അല്ല അതിന് കാരണം. മോറൽ പോലീസ് നമ്മുടെ മീഡിയയെയും ബാധിച്ചിട്ടുണ്ടോ? ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാന. ഇതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ കെ ഷൈൻ രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള വിഷയം അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് എന്നാണ് എന്റെ അറിവ്. അതായത് അവിടെ ഇത് കോൺഗ്രസിന്റെ തന്നെ ജിൻഡോ ജോണുമായിട്ടുള്ള ഒരു വാഗ്വാദത്തിന്റെ ഇടയിലാണ് ഇതെല്ലാം പൊട്ടിമുളയ്ക്കുന്നത്. അതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലേക്ക് വരുന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് നമുക്ക് ഇതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അതിൽ ഇല്ല, ക്രൈം ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് രണ്ടാണ്. ഇദ്ദേഹം അധികാരവും സ്വാധീനവും ഉപയോഗിച്ചിട്ട് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നു. ഒന്നല്ല രണ്ടല്ല, ഒരുപാട് കേസുകൾ വന്നു. പക്ഷെ അതിൽ പരാതിയില്ല. പരാതി കൊടുക്കാതിരിക്കുന്നത് ഒന്നുകിൽ അവര് സ്വാധീനത്തെ ഭയപ്പെട്ടിട്ടാവില്ല. AICC-ക്ക് പോയിട്ടുണ്ട്, KPCC-ക്കും പോയിട്ടുണ്ട്. ഈ പരാതിയിൽ പക്ഷേ ഒന്ന് അവരെ പാർട്ടിയെ സ്നേഹിച്ചിട്ട് കൂടിയാണ്. അത് പരിഗണിക്കേണ്ടതാണ്. സ്വന്തം പാർട്ടിയോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് ഈ പാർട്ടിക്കാരായ ആളുകൾ. അത് കുട്ടികൾ, ചെറുപ്പക്കാർ മാത്രമല്ല, അത്ര പല നേതാക്കന്മാരുടെയും ഭാര്യമാര്, അങ്ങനത്തെ ഉള്ള കേസുകളൊക്കെ ഉണ്ട്. രാഹുൽ ശരിയായ ഒരു കേസാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രാഹുൽ അങ്ങനെ ഇളവോ അല്ലെങ്കിൽ മാപ്പോ അർഹിക്കുന്ന ഒരാളുമല്ല എന്ന് ഈ കെട്ടിടത്തോളം കേസ് വെച്ചിട്ട്. പക്ഷെ രാഹുലിന്റെ കേസ് വേറെയാണ്. രാഹുലിന്റെ കേസ് കൈകാര്യം ചെയ്ത പോലെ അല്ല ഷൈൻ ടീച്ചറുടെ കേസ് കൈകാര്യം ചെയ്യേണ്ടത്. ഒന്ന് CPM-നകത്ത് ഇവരുടെ ആരുടെയെങ്കിലും ഇപ്പോൾ KN ഉണ്ണികൃഷ്ണന്റെയോ അല്ലെങ്കിൽ ഷൈൻ ടീച്ചറുടെയോ വഴിവിട്ട പോക്കിനെതിരായിട്ട് ഒരു പരാതിയും വന്നതായിട്ട് ഇതുവരെ വാർത്ത പോലും വന്നിട്ടില്ല. അത് വാർത്ത വരുമ്പോൾ കൊടുക്കാം, എവിടെന്നെങ്കിലുമൊക്കെ അത്തരം വാർത്തകൾ ചോർത്തി കൊടുക്കാം. ഇപ്പോൾ ഷാജഹാൻ അല്ല, ഏത് യൂട്യൂബർക്കും കൊടുക്കാം ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഷാജഹാന്റെ ചോദ്യം വളരെ ശരിയാണ്. ഒരു ചോദ്യം ഒന്ന്, ഷാജഹാന്റെ പേരിൽ കേസ് ഷാജഹാന്റെ പേരിൽ കേസ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു നിയമപരമായി നിലനിൽക്കുന്ന കേസല്ല. കാരണം അതിൽ ക്രൈമൊന്നുമില്ല. അദ്ദേഹം നേരെ ഇന്നയാളാണെന്ന് പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ എറണാകുളം ജില്ലയിലെ MLA-മാർ എന്നൊക്കെ പറയുമ്പോൾ ഇയാളല്ലെങ്കിൽ ഇയാൾ എന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ. മാത്രമല്ല പറവൂരിലെ CPM നേതാക്കൾ എന്ന് പറയുമ്പോൾ ഇവർ മാത്രമാവണമെന്നൊന്നുമില്ല. ആരെയും ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയാലും മതിയില്ല, ആരും ആവാം. നിലനിൽക്കുന്ന കേസല്ല എടുത്തത്. പക്ഷെ എന്തെങ്കിലും എടുത്തേ പറ്റുള്ളൂ അവർക്ക്. കാരണം അത് പ്രചരിപ്പിച്ചതിൽ ഷാജഹാൻ വലിയ പങ്കുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഇത്തരം പരാതികൾ ഇല്ലാതെ ചോദ്യം ഇതാണ്: ഷാജഹാൻ വാർത്ത കൊടുക്കുന്നത് ധാർമ്മികമാണോ പൊളിറ്റിക്കലാണോ? രണ്ടാമത്തെ കാര്യം, കൊടുത്തതിന് ഷാജഹാന്റെ പേരിൽ കേസെടുക്കാൻ തുടങ്ങിയാൽ ഈ കേട്ട വാർത്തകൾ വെച്ച്, അങ്ങനെയാണല്ലോ തന്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായി കേട്ട വാർത്തകൾ വാർത്തയാക്കുന്ന സോഷ്യൽ മീഡിയയുടെ വല്ലാത്ത ആസുരമായൊരു കാലത്ത് ഒരു ഷാജഹാൻ മാത്രമല്ല, നമുക്ക് തന്നെ അറിയുന്നല്ലേ. ഞാനൊന്നും ഷാജഹാന്റേത് കണ്ടിട്ടല്ല ഈ വാർത്ത അറിയുന്നത്. മറ്റു പല യൂട്യൂബർമാരും വാർത്ത കൊടുക്കുന്നത് കണ്ടപ്പോഴാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെ എതിരെ കേസെടുക്കും? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു സ്വകാര്യമായൊരു ചോദ്യം എന്താ ആരും മിണ്ടാത്തത് എനിക്ക് മനസ്സിലാകില്ല. നമ്മുടെ മെട്രോ വാർത്തയിൽ വാർത്ത വന്നല്ലോ,
അതെ. ഒരേ ഒരു പ്രിന്റ് മീഡിയ, ഒരേ ഒരു പത്രമാണ് റിപ്പോർട്ട് കൊടുത്തത്. മെട്രോ വാർത്ത. എന്താ മെട്രോ വാർത്തയുടെ പേര് ആരും പറയാത്തത്, ആ ലേഖകനെ പിടിക്കാത്തത്? ഉം. ഷാജഹാന്റെ ഒരു ചോദ്യത്തിൽ ന്യായമില്ലേ? ഉം. ഈ വാർത്ത മാലോകരെ അറിയിച്ചതിൽ മെട്രോ വാർത്തയ്ക്ക് ഒരിക്കലും മെട്രോ വാർത്തക്ക് പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ CPM-നകത്ത് നിന്ന് CPM-നകത്തെ ഇത്തരം കഥകൾ പുറത്തെത്തിക്കുന്നത് CPM തന്നെയാണ് എന്ന് ഷാജഹാൻ പറയുന്നുണ്ടല്ലോ. മെട്രോ വാർത്തയിൽ അതിൻ്റെ ഒരു ഉടമസ്ഥാവകാശവും ഒക്കെ ആയിട്ട് ബന്ധം, അല്ലെങ്കിൽ അതിനുള്ളിലെ മാനേജ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കാലത്ത് സജീവമായി പുറത്തു വന്നിരുന്ന ഒരു പേര് പിണറായി വിജയന്റെ പേരാണ്. ഓർമ്മയുണ്ടോ? പാരിസ് അബൂക്കറിന്റെ പത്രമായിരുന്നു അത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാരിസ് അബൂക്കർ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം നേരിട്ട് ഇപ്പോഴും ഇല്ലെങ്കിലും മെട്രോ നടത്തുന്നതിൽ ഉണ്ടാവും. അപ്പൊ ആ വാർത്ത വന്നത് എങ്ങനെ? ആ വാർത്ത വന്നതിൽ CPM-നകത്തുള്ളവർക്ക് തന്നെ പങ്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അപ്പൊ ആ ചോദ്യമൊക്കെ ന്യായമാണ്. പക്ഷെ ഇതൊക്കെ ചോദിച്ചു പോകുമ്പോൾ നമ്മൾ ഈ അവസാനം ഈ ഉള്ളിത്തൊലി തൊലിച്ച പോലെയാണ്. ബേസ്ലെസ് ആണ് ഈ കേസ് എന്ന് വരും. കാരണം അടിസ്ഥാനം നമ്മൾ ചെയ്തത് തെറ്റാണ്. ഷാജഹാൻ വാർത്ത കൊടുത്തത് തെറ്റാണ്. ഒരു കാര്യമില്ലല്ലോ. ഇതാണോ വാർത്ത? തോമസ് ഐസക്കും TN സീമയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അന്വേഷിക്കേണ്ടത് എന്താ? അത് രാഷ്ട്രീയ പ്രശ്നമാണോ എന്നുള്ളതാണ്. ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വാർത്തയല്ല, ക്രൈം അല്ല, ഒഫൻസ് അല്ല. അതും ഷാജഹാൻ വക്കീലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അപ്പോൾ ഇത്തരത്തിലുള്ള സങ്കീർണമായ ഇഷ്യൂ ആണത്. ഷൈൻ ടീച്ചറുടെ കേസ് ഏതായാലും വാർത്തയാണ്. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ അത് ആളുകളുടെ ഇടയിൽ പാട്ടായി. പിന്നെ ഈ മലയാളിയുടെ ഒരു അടഞ്ഞ സദാചാര മനസ്സുണ്ടല്ലോ, മോറൽ മൈൻഡ് സെറ്റ്, പ്രത്യേകിച്ച് സ്ത്രീയും കൂടെ ആണെങ്കിൽ ആക്രമിക്കാൻ വലിയ ഉത്സാഹം. അതൊരു സ്ഥിരം പരിപാടിയല്ലേ. അങ്ങനെ നമ്മൾ കേസ് കൊടുക്കാൻ നമ്മളിപ്പോൾ പറയണ്ടല്ലോ, ഞാൻ ഷാജഹാൻ തന്നെ പറയുന്നത് ഞാൻ കേട്ടു, അദ്ദേഹം ഇരയുടെ പക്ഷത്താണ്. ഒരാളെ ഇരയാക്കിയിട്ട് ഇരയുടെ പക്ഷത്ത് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഏതാണ് ഇര എന്ന് പറയുന്ന ഒരാളെ അക്രാമകമായി ബലാത്കാരമായി ഷൈൻ ടീച്ചറുടെ വീട്ടിലേക്ക് ഷൈൻ ടീച്ചർ വിളിച്ചിട്ട് ഒരാൾ വന്നാൽ എങ്ങനെ അക്രമാവുക? അതെങ്ങനെ റേപ്പ് ആവുക? അതെങ്ങനെ ബലാത്കാരമാവുക? അതിലെവിടെ ഇര? സ്ത്രീക്ക് ചോയ്സ് ഇല്ല എന്നാണ് അതിലെന്താണ്? ആരാണ് ഇരയില്? ഇര അപ്പോ ഷൈൻ ടീച്ചർ ഇരയാണോ? അതോ അവരുടെ വീട് വന്ന് ബലമായി ഇപ്പോ അവർ പറയുന്നത് പുരുഷൻ മാത്രം കുറ്റക്കാരനാണ്? പിന്നെ അത് നോൺസെൻസാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഈ കേസ് എനിക്ക് തോന്നുന്നത് സംഭവം അതിവേഗത്തിൽ പ്ലാൻ ചെയ്ത് തേച്ച് വളരെ സമർത്ഥമായി നീങ്ങി എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ തന്നെ അതിവേഗത്തിൽ അത് ആദ്യം കൈകാര്യം ചെയ്യേണ്ട ആരാണ്? അവരുടെ ഭർത്താവാണ്. അത് ഡീൽ ചെയ്തു. പിന്നെ വേറൊന്ന് ആ പറയുന്നതിലൊക്കെ കള്ളത്തരം ഉണ്ടായിരുന്നു. ഷാജഹാൻ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി നിലയും വിളിയും കൂട്ടി ആളുകൾ അടിച്ചു പൊളിച്ചു ആ വീട്ടിനകത്ത് ടെലിഫോൺ അടിക്കുന്നുണ്ടെങ്കിൽ പുറത്തു നിന്ന് സ്വന്തം ഭർത്താവ് വന്ന് മുട്ടി വിളിച്ചാൽ തന്നെ അവര് തുറന്നിട്ട് മാപ്പ് പറയുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിതൊന്നും വിശ്വസിച്ചില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പറ്റിപ്പോയി ചേട്ടാന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മറ്റവൻ അതിൽ സമാധാനിപ്പിക്കാൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അയാൾ അടി കൊടുത്തത് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയാണല്ലോ വാർത്ത വന്നത്. വീട് ചവിട്ടി പൊളിച്ചു, ആ വീടിനൊരു പരിക്കുമില്ല എന്ന് ആളുകൾ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാര്യം. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഇത് പലതരത്തിലുള്ള അടിസ്ഥാനരഹിതവും അധാർമികവും അരാഷ്ട്രീയവുമായ ഒരു വാർത്തയാണ്. അത്തരം വാർത്തകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം വെക്കാൻ ഇത്തരം വാർത്തകളല്ല ഉണ്ടാക്കേണ്ടത്. വാർത്തകൾ രണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ പെൺകുട്ടികൾ ഇപ്പോഴും പൊതുരംഗത്ത് എല്ലാ മേഖലയിലും ഒരു ഉപഭോഗ വസ്തുവായി ഇപ്പോഴും പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം. അതാണ് ധാർമ്മിക പ്രശ്നം, അതാണ് ജനാധിപത്യ പ്രശ്നം, അതാണ് ഭരണഘടനാപരമായ പ്രശ്നം, ഇക്വാലിറ്റിയുടെ തന്നെ പ്രശ്നം. ഇനി അതാണ് ഞങ്ങൾക്ക് ലീഡറാവാനുള്ള വഴി എന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മുടെ കുട്ടികൾ? എനിക്ക് മാധ്യമരംഗത്ത് പിടിച്ചു നിൽക്കാൻ അങ്ങനെയൊക്കെ ഒതുങ്ങിക്കൊടുക്കണം, സിനിമയിൽ പിടിച്ചു നിൽക്കാൻ നമ്മൾ ഈ കാസ്റ്റ് കൗച്ചിങ് ഇല്ലേ എന്ന് പറയുന്ന പോലെയുള്ള സംവിധാനങ്ങൾ വേണോ പൊതുരംഗത്ത്? അങ്ങനെ പെൺകുട്ടിക്ക് എത്ര കാലം നിൽക്കാൻ പറ്റും, എത്ര കാലം വളരാൻ പറ്റും? അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ വരുന്ന പെൺകുട്ടികൾക്ക് തന്നെ കഴിവ് കുറവായിരിക്കുമല്ലോ. കാരണം അങ്ങനെയുള്ളവർക്ക് ആത്മവിശ്വാസക്കുറവുണ്ടല്ലോ. ആത്മവിശ്വാസക്കുറവുണ്ടായിട്ടല്ലേ അങ്ങനെ നിൽക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ ചർച്ച പോകാനും ആളുകളുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ ഇട്ടുകൊടുക്കാനും ഒക്കെ ഈ വാർത്ത ഉപകരിച്ചു. കേസ് എന്ന നിലയിലൊക്കെ അത് 4 ദിവസത്തെ ഇപ്പൊ അവർക്കൊരു വാർത്ത വേണം, ഞങ്ങൾ കേസ് കൊടുത്തു എന്ന് അവർക്കും പറയണം. അത്ര ആ പേരിൽ കുറച്ച് മറുപടി മറിച്ച് CPM-നെതിരെ പറയാനും അവർക്ക് പറ്റും. അത്രയൊക്കെയുള്ളൂ ഇതിന്റെ കാര്യം. ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമല്ല അത്. പക്ഷെ ഇത്തരം വിഷയങ്ങൾക്ക് ഗൗരവം കിട്ടുന്നത് എങ്ങനെയെന്നുള്ളതാണ് അടിസ്ഥാന ചോദ്യം.